വേഗേൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റാണ്. ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ക്രക്സാണ്. വേഗ ക്രക്സ് എന്ന് പറയും. അപ്പോൾ ഈ ക്രക്സിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ 2 ടൈപ്പ് ആക്കാം. ഹാഫ് ഫേസും ആക്കാം, ഫുൾ ഫേസും ആക്കാം. അതായത് ഈ ഒരു റെഡിൽ അമർത്തിയിട്ട് നമ്മൾ മുകളിലോട്ടേക്ക് വലിച്ചാൽ ഇത് ഹാഫ് ഫേസ് ആവും. ഇതിപ്പം എൻ്റെ കയ്യിലും ക്യാമറയിലും ഉണ്ടാകുന്നത് കുറച്ച് ബുദ്ധിമുട്ട്. ഈ റെഡ് അമർത്തിയിട്ട് വേണം വലിക്കാൻ. ഇതിപ്പോൾ ഹാഫ് ഫേസ് ആയി. ഹാഫ് ഫേസ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചൊരു കയറ്റം വരും. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കയറ്റം വന്നാൽ അധികം വെയിലും അങ്ങനെ വെള്ളമൊന്നും അങ്ങനെ അടിച്ച് കയറില്ല. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഇങ്ങനെയുണ്ട്. പക്ഷേ ഹാഫ് ഫേസ് ആക്കിയാൽ ഗ്ലാസ് ഇടാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഫുൾ ഫേസ് ആക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് അമർത്തിയിട്ട് തന്നെ നമ്മൾ താത്തി കൊടുത്താൽ ഇത് ഫുൾ ഫേസ് ആയി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മളെ ഈ ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് പൊട്ടുന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് കുറേ യൂസ് ചെയ്യുമ്പം പൊട്ടുന്നതാണ്, അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സ്ട്രാപ്പ് ഇപ്പോഴൊന്നും പൊട്ടുമൊന്നുമില്ല. പക്ഷേ ആരും വലിക്കാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ചാൽ അത്ര കട്ടിയായിട്ട് തോന്നുന്നില്ല. എന്നാലും ഇത് ലാർജാണ്. ഇതിൻ്റെ മീഡിയം ഒന്നും വാങ്ങാതിരിക്കുക. കാരണം മീഡിയം നന്നായി ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിപ്പം ഫുൾ ഫേസിലാണുള്ളത്. അപ്പോൾ ഹാഫ് ഫേസിലേക്ക് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു റെഡ് സ്വിച്ച് കണ്ട. ഈ ഒരു സ്വിച്ച് അമർത്തിയിട്ട് മുകളിലേക്ക് ആക്കിയാൽ ഇത് ഹാഫ് ഫേസ് ആയി. ഹാഫ് ഫേസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് മുകളിലേക്ക് കുറച്ചൊരു കനം വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയണ്ടേ, ഗ്ലാസ് ഇടാൻ പറ്റില്ല, ഗ്ലാസ് കയറ്റിയിടാനും കഴിയില്ല. പക്ഷേ ഡുവൽ വൈസറുള്ള സാധനം ഉണ്ടായിന്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് എന്ന് പറയേണ്ട ഒരു കൂളിംഗ് വൈസറുള്ള ഉണ്ട്. അതിന് പൈസ കൂടുതലാണ്. പക്ഷേ അത് മാർക്കറ്റിൽ ഓഫ്ലൈൻ മാർക്കറ്റിലൊന്നും കാണുന്നില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് ഹാഫ് ഫേസാണ്. ഹാഫ് ഫേസ് ആക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മഴ അടിക്കില്ല, അതുപോലെ വെയിലടിക്കുന്നതൊക്കെ കുറച്ച് കുറയും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഫുൾ ഫേസിലാക്കുമ്പോൾ ഇതാ റെഡ് അമർത്തിയിട്ട് മാത്രമേ ആക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് വരും. അപ്പോൾ റെഡ് അമർത്തിയിട്ട് എന്ത് ചെയ്യുക, ഇതാ ഇപ്പോൾ ഫുൾ ഫേസ് ആയി. ഇതിലും കുറച്ചും കൂടി താക്കാൻ പറ്റുക. ഒരു ടക്ക് എന്നുള്ള ഒരു ഒച്ച വരും. അതെന്ന് വെച്ചാൽ ഫോൺ കയ്യിലില്ലോണ്ടുള്ള പ്രശ്നമാണ്. പക്ഷേ ഇത് നമ്മൾ ഒറ്റ കൈ കൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഹാഫ് ഫേസും ഫുൾ ഫേസിലൊക്കെ ആക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു കയ്യിൽ ഹെൽമെറ്റ് പിടിച്ചിട്ട് വേണം ആക്കാൻ. അല്ലാണ്ട് ആക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രാപ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മുന്നത്തെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞിട്ടില്ല, ഈ സ്ട്രാപ്പിൻ്റെ ഒരു പ്രശ്നം. അതെന്ന് വെച്ചാൽ വലിക്കുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സാധനമാണ്. ഞാൻ നിങ്ങളെ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത്. 1050 ഇത് ഓഫ്ലൈൻ മാർക്കറ്റിൽ വരുന്നത്. ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ 1300 ഉണ്ട്. 1300 ഒന്നും ആവശ്യമില്ല. കാരണം 1100-ന് 1150 1000 രൂപയ്ക്കൊക്കെ ഇത് കിട്ടുന്നതാണെങ്കിൽ ലാഭമല്ലേ. അപ്പോൾ ഹെൽമെറ്റ് കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങാണ്ട് എടുത്താലില്ല എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് ചിലതൊക്കെ റിട്ടേൺ അടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പെട്ടു. നമ്മൾ ഈ ടൈറ്റ് ഹെൽമെറ്റ് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ലാർജ് വാങ്ങി എടുക്കും നല്ലത്.